മുൻ എംഎൽഎയും മുസ്ലിം ലീഗ് നേതാവുമായ കെ.എൻ. ഖാദറിന്റെ ആത്മകഥ വ്യാകരണമില്ലാത്ത ജീവിതം പ്രകാശനം ചെയ്തു. മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും മുസ്ലിം ലീഗിലേക്കുള്ള ഖാദറിന്റെ രാഷ്ട്രീയ മാറ്റമടക്കമുള്ള ജീവിത വഴികളാണ് പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സൈദ്ധാന്തികതയ്ക്കപ്പുറം പ്രായോഗികത ലീഗിലാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കെ.എൻ. ഖാദർ CPI വിട്ട് ലീഗിൽ ചേർന്നതെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പിന്നെ ലീഗിൽ വന്നതിന് ശേഷം ആണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. നല്ലൊരു പ്രഭാഷണം അദ്ദേഹം വളരെയേറെ അറിയപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ലീഗിൽ വന്നപ്പോൾ അദ്ദേഹം MLA ആവാൻ കഴിഞ്ഞു. സാമാജികൻ എന്ന നിലയ്ക്കും അദ്ദേഹം നല്ല സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയ്ക്ക് നിയമനിർമ്മാണ സഭയിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം നിയമനിർമ്മാണ സഭയ്ക്ക് നല്ല മുതൽക്കൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ MLA-മാരൊക്കെ വരികയാണല്ലോ, അവർക്കൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ അതവിടെ കിട്ടും. അതൊക്കെ വായിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പുസ്തകത്തിന്റെ പേരിൽ തന്നെ ഒരു ആകർഷണമുണ്ടെന്നും വായിക്കാൻ ഏറെ താൽപര്യമുണർത്തുന്ന കൃതിയാണിതെന്നും പുസ്തകം പ്രകാശനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. ആത്മകഥയുടെ ആദ്യ പ്രതി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഏറ്റുവാങ്ങി. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ഏറ്റവും മനോഹരമാണ്, വ്യാകരണമില്ലാത്ത ജീവിതം. അപ്പൊ തന്നെ നമുക്കൊന്ന് വായിക്കാൻ നമുക്ക് തോന്നും. ഇത് ഒരുപാട് ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ബാല്യകാലത്തെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, ആ ഗ്രാമത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ഗ്രാമങ്ങളിലേക്ക് നടത്തിയ യാത്രകളെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത്, പിന്നെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായത്, എങ്ങനെയാണ് മുസ്ലിം ലീഗുകാരനായത്, പിന്നെ ഉള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം, നാടകം, പ്രഭാഷണം, എഴുത്ത്, ഇങ്ങനെ നിരവധിയായ മേഖലകൾ, കുടുംബം, ഇതൊക്കെയായി ബന്ധപ്പെട്ട നിരവധിയായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം കണ്ടുമുട്ടിയ ഒരുപാട് വ്യക്തികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അത് വലിയ അറിയപ്പെടുന്ന ആളുകളുണ്ട്, സാധാരണക്കാരായ മനുഷ്യരും. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പുസ്തകത്തിൽ ചെറുപ്പം തൊട്ട് അദ്ദേഹം കണ്ടുവരുന്ന ഒരുപാട് മനുഷ്യരുടെ പേരുകൾ അദ്ദേഹം ഓർത്തു വെച്ചിരിക്കുന്നതാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ സരസമായി അവതരിപ്പിക്കാൻ കെ.എൻ. ഖാദറിന് കഴിവുണ്ടെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, കെ.എൻ. ഖാദർ സാഹിബിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ഉള്ള വിഷയങ്ങൾ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു പ്രസംഗം, ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാം, സമൂഹം ആവശ്യപ്പെടുന്ന ഒരു പ്രസംഗം വളരെ ഗഹനമായ തന്റെ അറിവ് വെച്ച് സരസമായി അവതരിപ്പിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ റിൻഷ റഫീഖ് അധ്യക്ഷയായിരുന്നു. MV ശ്രേയാസ് കുമാർ, DCC പ്രസിഡന്റ് VS ജോയ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, ഫാത്തിമ തഹ്ലിയ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.